അപ്പോൾ നമ്മൾക്ക് ടാറ്റ നെക്സോൺ വർക്കിന് വേണ്ടി കയറിയിട്ടുണ്ട്. നെക്സോൺ എന്ന് വെച്ചാൽ കമ്പനി ഹെഡ് യൂണിറ്റ് ഊരി കളഞ്ഞിട്ട് നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ കണക്ട് ചെയ്യുക, പ്ലസ് 360 ഡിഗ്രി ക്യാമറ, പിന്നെ ഡാഷ്ബോർഡിൻ്റെ സ്വിച്ചസ് വർക്ക് ചെയ്യാൻ വേണ്ടി ക്യാമ്പസ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യാമ്പസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ എന്നോട് ചോദിച്ചത് ക്യാമ്പസ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്. ക്യാമ്പസ് എന്ന് വെച്ചാൽ വയറിങ് ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. ഇതാണ് എൻ്റെ ക്യാമ്പസ് കാര്യങ്ങളും വന്നത്. ഇത് കപ്ലർ ടു കപ്ലറാണ് അതിൻ്റെ സോക്കറ്റ് വന്നത്. വിത്തൗട്ട് വയർ കട്ടിങ് ആയിരിക്കും. എല്ലാം കണക്ടറും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നേക്കുന്നതുകൊണ്ട് നമുക്ക് ഇത് കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒന്നുമില്ല. പിന്നെ ഈ പീസുകളെല്ലാം അഴിച്ചെടുക്കണം, അതിന് വേണ്ടി അത് മാത്രമേ ഉള്ളൂ ഇതിൽ വർക്കുള്ളത്. ഇതിൻ്റെ ഈ ഹെഡ് യൂണിറ്റിൻ്റെ ആംപ്ലിഫയറും കാര്യങ്ങളൊന്നുമില്ല. ഇതിന് ജസ്റ്റ് ഒരു ഡിസ്പ്ലേ മാത്രമാണ് ഈ ഭാഗത്തിരിക്കണം. ഇതിൻ്റെ ആംപ്ലിഫയർ കാര്യങ്ങളെല്ലാം വന്നേക്കുന്നത് ഈ ഗ്ലോ ബോക്സിൻ്റെ ഉള്ളിലാണ്. കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമ്മൾ ഈ ഗ്ലോ ബോക്സ് ഇറക്കിയതിന് വയറിങ്ങും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഗ്ലോ ബോക്സ് അയച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഹെഡ് യൂണിറ്റ് കാണാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഹെഡ് യൂണിറ്റ്. നമുക്കിനി ക്യാമ്പസ് ആഡ് ചെയ്യാം. അതിനകത്ത് ഡിസ്പ്ലേ ആഡ് ചെയ്തിട്ടുണ്ട്, വേറൊന്നുമില്ല. പിന്നെ ഇനി ക്യാമ്പസാണ്, ക്യാമ്പസിൻ്റെ വയറിങ് കിറ്റാണ്. ഈ ഹെഡ് യൂണിറ്റിൻ്റെ ആൻഡ്രോയിഡിലോട്ട് കണക്ട് ചെയ്യണത് ആകെ 2 വയറാണ്. ഒന്ന് പവർ സപ്ലൈ, ഹെഡ് യൂണിറ്റിൻ്റെ പവർ സപ്ലൈയും, പിന്നെ ഒരെണ്ണം ഈ 2 വയറുള്ള സോക്കറ്റിൽ ഈ ഇത് കണക്ട് ചെയ്യണം. പിന്നെ ഈ വയറിങ്ങിൻ്റെ ഈ എൻഡാണ് നമ്മളെ കമ്പനി ഹെഡ് യൂണിറ്റിൻ്റെ ആംപ്ലിഫയറിലോട്ട് കണക്ട് ചെയ്യണത്. ഈ കണക്ടറിൽ നിന്ന് എല്ലാം വെടിയിച്ച് ഇത് കണക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്ക് ഈ കണക്ടറെല്ലാം പിടിക്കാം. ഈ കണക്ടർ പിടിക്കാൻ വേണ്ടി പവർ സപ്ലൈ, സ്പീക്കർ ലൈൻ, ഫുള്ളായിട്ട് നമ്മൾ വയറിങ് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ടത് ഈ കണക്ടറിലോട്ട് എല്ലാം കണക്ട് ചെയ്യാം. ഇത് പവർ സപ്ലൈ, സ്പീക്കർ ലൈൻ, ഈ കണക്ടർ. ഇങ്ങനെയുള്ളത് ഈ 2 കണക്ടർ. ഇതിനെ നമുക്ക് ഒഴിവാക്കാം. ഇത് ക്യാമറയുടെ ലൈനാണ്. അപ്പോൾ ഇത് വേണ്ട. ഇത് ഫുൾ ഓഫ് ടോപ്പ് ആൻഡ് മോഡലിൻ്റെ വയറിങ്. പിന്നെ ഈ ക്യാമ്പസിലുള്ള ഈ സോക്കറ്റില്ലേ, ക്യാമ്പസിൻ്റെ ഈ ലൈൻ, ഹെഡ് യൂണിറ്റിൻ്റെ ഈ യെല്ലോ ഇതിൽ കൊണ്ട് കണക്ട് ചെയ്യാം. ഈ പവർ സപ്ലൈ ഇത് നമ്മൾ ഹെഡ് യൂണിറ്റിന് തന്നെ പവർ കൊടുക്കാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പവർ സപ്ലൈ കണക്ട് ചെയ്തിട്ടുണ്ട്, ക്യാമ്പസിൻ്റെ ലൈൻ. പിന്നെ ഇത് വയറിംഗ് ഒന്ന് ഒതുക്കാനുണ്ട്. അത് നമുക്കിത് ചെക്ക് ചെയ്തതിന് ശേഷം ഫിനിഷ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ആൻഡ്രോയിഡായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വയറിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെല്ലാം കണക്ട് ചെയ്ത് ഹെഡ് യൂണിറ്റ് ഓണായി. പക്ഷേ ഇതൊന്നും പെയറായിട്ടില്ല. നമ്മുടെ ഈ സ്റ്റിയറിംഗ് ഈ നോബുകളൊന്നും പെയറായിട്ടില്ല. ഇതൊന്നും ചെയ്തിട്ടില്ല, ഒന്നും പെയറായിട്ടില്ല. കണ്ട. അപ്പോൾ നമ്മൾ ഇതിനെ പെയറാക്കണം. അപ്പം അതിനുവേണ്ടി നമ്മൾ അതിൻ്റെ സെറ്റിങ്സിൽ പോവാം. എടുക്കുക, സെറ്റിങ്സിൽ കാർ സെറ്റിങ്സ്, അതിൽ പോവാം. എക്സ്ട്രാ സെറ്റിങ്സ് അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ പാസ്വേഡ് കാണിക്കും. എല്ലാം ആൻഡ്രോയിഡിലും ഒരു 4-8 ആയിരിക്കുള്ളൂ. 4-8 അടിച്ചു കൊടുക്കുക. അതുകൊണ്ട് ഓക്കെ അടിക്കുക. അപ്പോൾ അതിൻ്റെ മോഡൽ ചൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരെ പ്രസ് ചെയ്യുക.
അപ്പോൾ നമ്മുടെ ആ ക്യാൻബസ് ഏതാണെന്ന് വെച്ചാൽ അത് ആദ്യം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി കാറ് ടാറ്റ നെക്സൺ. ടാറ്റ നെക്സോൺ. ഉണ്ടാ ഓട്ടോമാറ്റിക് കണക്റ്റ് ആയി. സ്റ്റിയറിംഗ് കണക്റ്റ് ആയിട്ടില്ല. ഇനി നമുക്ക് സ്റ്റിയറിംഗ് കണക്റ്റ് ചെയ്യണം. സ്റ്റിയറിംഗ് കണക്റ്റ് ചെയ്യാൻ വേണ്ടി സെറ്റിങ്സ്, കാർ സെറ്റിങ്സ്, സ്റ്റിയറിംഗ് വീൽ സെറ്റിങ്സ്, മ്യൂട്ടുണ്ടോ, നെക്സ്റ്റ് മ്യൂട്ട്, മോഡ്, ആൻസർ, എൻഡ്.